ക്രിയേറ്റീവ് സ്യൂട്ടിന്റെ പാർട്ട് 3 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HRMS കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹയറിംഗ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ക്രിയേറ്റീവ്സിൽ ഹയറിംഗ് റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പതിവ് പോലെ നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ പോവാം. അപ്പൊ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് HRMS മൊഡ്യൂൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ HRMS മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഏകദേശം നിങ്ങളുടെ സെർവറിനകത്ത് 18 MB സ്പേസ് എടുക്കുന്ന ഒരു മൊഡ്യൂളാണ് HRMS മൊഡ്യൂള്. സോ ക്ലൗഡ് സ്റ്റോറേജിൽ ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജിന് ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം ക്രിയേറ്റീവ്സിന്റെ അക്കൗണ്ടിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. പലർക്കും പല കസ്റ്റമൈസ്ഡ് പ്ലാൻസ് ആയിരിക്കും ക്രിയേറ്റീവ്സിൽ കിടക്കുന്നത്. ഓക്കെ, അത് ബേസ്ഡ് ഓൺ നിങ്ങൾക്ക് എത്ര സ്റ്റോറേജ് ആണ് എന്നൊക്കെ ഉള്ളതിന്റെ പ്ലാൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റീവ്സിന്റെ പ്ലാൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയുമാണ് നിങ്ങളുടെ ടോട്ടൽ ക്ലൗഡ് സ്റ്റോറേജിൽ നിങ്ങളുടെ സ്പേസ് എടുക്കുന്ന ക്രിയേറ്റീവ്സ്. സോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ മൊഡ്യൂൾ ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്തു. നമ്മുടെ HRMS ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് റിലോഡ് ചെയ്ത് നോക്കാം. ഫൈൻ, HRMS ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ നമുക്ക് HRMSനകത്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് എംപ്ലോയി സെക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയി സെക്ഷനും അഡ്മിൻ സെക്ഷനും ഇവിടെ കിടക്കുന്നുണ്ട്. വൺ ഈസ് എംപ്ലോയി പ്രൊഫൈൽ. ഈ എംപ്ലോയി പ്രൊഫൈലിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു ജനറലി എല്ലാവർക്കും ഉള്ള ഒരു എംപ്ലോയി പ്രൊഫൈലാണ്. ഒരു എംപ്ലോയിക്ക് അവരുടേതായിട്ടുള്ള എല്ലാ വിവരങ്ങളും കാണും. ബാങ്ക് ഡീറ്റെയിൽസ്, എമർജൻസി കോണ്ടാക്ട്, ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പർ, അഡ്രസ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് എംപ്ലോയീസിന്റെ ആ ഒരു സെക്ഷൻ വരുന്നത്. എംപ്ലോയീസ് ഇത് ഈ പർട്ടിക്കുലർ അഡ്മിന്റെ ആണ് കേട്ടോ. പക്ഷെ എംപ്ലോയീസിന്റെ തന്നെ സെപ്പറേറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ടൈം, അതായത് നമ്മൾ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് കൺഫർമേഷൻ ഇമെയിൽ പോയതിനു ശേഷം അവർ എൻ്റർ ചെയ്യുന്ന വിൻഡോയിൽ ആദ്യം കാണുന്ന പ്രൊഫൈലാണ് ഇത്. ഓക്കെ, അപ്പൊ അത് ശരിക്കും ചെക്ക് ചെയ്യുമ്പോൾ മൈ എംപ്ലോയീസ് എന്നുള്ള ഈ ഒരു എംപ്ലോയി സെക്ഷനിൽ ഇത് വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എംപ്ലോയീസിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എംപ്ലോയീസ് പേജ്. ഇവിടെയാണ് നമ്മൾ എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒക്കെ. ഇതാണ് എംപ്ലോയീസ് പേജ്. അപ്പൊ ഇവിടെ നമുക്ക് എംപ്ലോയീസിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അവരുടെ ജോബ്, അവരുടെ എമർജൻസി കോണ്ടാക്ട്, അവരുടെ പേറോള്, അവരുടെ ബാങ്ക്, അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവര് നമ്മുടെ ക്രിയേറ്റീവ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ള വെൽക്കം മെസ്സേജ്, കസ്റ്റമൈസ്ഡ് മെസ്സേജസ്, അത് ബ്രാൻഡ് കിറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ബ്രാൻഡ് കിറ്റിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ഓക്കെ, സോ നമ്മുടെ HRMSന്റെ മൊഡ്യൂളിൽ നമ്മൾ ആദ്യം ഞാൻ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജുകളിൽ നമ്മൾ ഒരു വ്യൂ ഉണ്ട്. ഒരു വ്യൂവിന്റെ ഒരു കണ്ണിന്റെ ഐക്കൺ ഉണ്ട്, ഒരു പെൻസിലിന്റെ ഐക്കൺ ഉണ്ട്, ഒരു ഡിലീറ്റിന്റെ ഐക്കൺ ഉണ്ട്. നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഓക്കെ, വ്യൂ പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പ്രൊഫൈലും നമുക്ക് ഓൾറെഡി അവിടെ കിട്ടുന്നതാണ്. അവരെ കോൾ ചെയ്യാനും അവരെ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ടെമ്പററി ആയിട്ട് ഏതെങ്കിലും എംപ്ലോയി ഉണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽസ് എഡിറ്റ് ചെയ്യാനും അവരുടെ ജോബ് ഓർഗനൈസേഷൻ, അവരുടെ എന്താണ് പൊസിഷൻ, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ എംപ്ലോയിയുടെ സെക്ഷനിൽ ആഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇത് ഡിലീറ്റിന്റെ ബട്ടണാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയിനെ അവിടെ നിന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എംപ്ലോയിനെ ആക്റ്റീവ് ആക്കാനും ഇനാക്റ്റീവ് ആക്കാനും പറ്റും, റിമൂവ് ചെയ്യാനും പറ്റും. വൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ ഡോക്യുമെന്റ് ഒരിക്കലും ഇതിനകത്ത് എക്സിസ്റ്റ് ആവത്തില്ല, നിലനിൽക്കത്തില്ല. സെയിം ആയിട്ട് അടുത്ത റോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ കോൾ ചെയ്യാനായിട്ടുള്ള ക്വിക്ക് കോള്, അവരായിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ടും, പിന്നെ ഒരു QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് കോള് ഫോണിൽ, അതായത് നമുക്ക് പല അഡ്മിൻസും ഉണ്ടാവുമല്ലോ, അവരൊക്കെ ബിസി ഷെഡ്യൂളിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാ എംപ്ലോയീസിനും ഒന്നും അറിയത്തില്ല. വേഗം ഇപ്പൊ അവര് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അവർക്ക് അതേപടി തന്നെ ഈസി ആയിട്ട് സ്കാൻ ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫീച്ചറും കൂടെ കൂടി ഇതിനകത്തുണ്ട്.
അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ആയിട്ട് നമ്മളിവിടെ സെലക്ഷൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലിസ്റ്റ് നമുക്ക് CSV ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനും, ഇപ്പൊ എക്സൽ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാനും, പിന്നെ ഇത് PDF ആക്കാനും ഒക്കെ ഉള്ള എല്ലാവിധ ഓപ്ഷൻസ് നമുക്ക് ക്വിക്ക് ടൈം ആയിട്ട് ചെയ്യാനും ഇവിടെ ഒരു സെർച്ച് നാവിഗേഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രൂട്ടിനെ എടുക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രൂട്ടിന്റെ എല്ലാവിധ പ്രൊഫൈലും കിട്ടുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് എംപ്ലോയീസ്, അവരെ എത്ര എംപ്ലോയീസ് ആക്റ്റീവ് ആണ്, എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ഡാഷ്ബോർഡാണ് ക്രിയേറ്റോസിന്റെ HRMSൽ എംപ്ലോയി സെക്ഷനിൽ. ഞാൻ പിന്നെയും പറയുവാണ്, നിങ്ങളുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, എംപ്ലോയി പ്രൊഫൈൽ അല്ല, എംപ്ലോയീസ്. ഈ ഏരിയയിലാണ് നമ്മൾ ഇതെല്ലാം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? സോ നമ്മള് ഇവിടെ നമുക്കൊരു ഗുഡ് ചാർട്ട് കിട്ടുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എംപ്ലോയി സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന്. ദിസ് ഇസ് വെരി ഗുഡ് ഐ ഫീൽ. 18 എംപ്ലോയീസോളം ഈ ഡെമോ അക്കൗണ്ടിലുണ്ട്. അതെല്ലാം നമുക്ക് കൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് എത്ര ഡിപ്പാർട്ട്മെന്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് കണ്ടോ, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എനിത്തിങ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മളിവിടെ ആഡ് ചെയ്തു. സോ ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോൺടാക്ട് നമ്പറും അത് വ്യൂ ചെയ്യാനും എംപ്ലോയി ക്രിയേഷൻ ആ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഫസ്റ്റ് നിങ്ങൾ എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. ക്രിയേറ്റേഴ്സിനകത്ത്, നമ്മുടെ HRMSനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേഷൻ ആണ് ബിഫോർ ക്രിയേറ്റിംഗ് വൺ എംപ്ലോയി. ഓക്കെ, സോ അടുത്തത് റിപ്പോർട്ടിംഗ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റേഴ്സ് ഓൾറെഡി ഒരു റിപ്പോർട്ടിംഗ് ചെയിൻ തരുന്നുണ്ട്. ഇന്ന ആൾക്ക് ഇന്ന ആളെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് ലെവലാണ് എംപ്ലോയീസ്, ഏത് ലെവലാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിവ്യൂ. ഇതിപ്പോ തന്നെ നമുക്കിപ്പോ ഇവിടെ തന്നെ നമുക്ക് മാനേജറിനെയും അഡ്മിനിസ്ട്രേഷനെയും ഒക്കെ നമുക്ക് മാറ്റി എഴുതാം. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആളെ ആഡ് ചെയ്യുന്നത്, നമ്മൾ എംപ്ലോയിനെ ആഡ് ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഹൈറാർക്കി, ആ ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ട്, ഇപ്പൊ അവരുടെ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കണക്ട് ചെയ്യാനായിട്ട്, അവരുടെ ലീഡേഴ്സിനെയും മാനേജേഴ്സിനെയും ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഉള്ള ഓപ്ഷൻസ് നമ്മുടെ ക്രിയേറ്റേഴ്സിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ HRMSനകത്ത് തന്നെ ഇപ്പൊ റിപ്പോർട്ടിംഗ് ചെയ്യും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ അറ്റൻഡൻസ് ഓപ്ഷനിൽ വരുമ്പോൾ അറ്റൻഡൻസ് ചാർട്ട്, അതുപോലെ തന്നെ അറ്റൻഡൻസ് ലാസ്റ്റ് ഓരോരുത്തർ അറ്റൻഡൻസ് ചെയ്യുമ്പോൾ അവരുടെ ക്ലോക്കിംഗ് ടൈം, ക്ലോക്ക് ഔട്ട് ടൈം, അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്തു, അവരെത്ര മണിക്കൂർ ബ്രേക്ക് എടുത്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് അറ്റൻഡൻസിന്റെ കെയർ ഓഫിൽ അവിടെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു നല്ലൊരു ഡാഷ്ബോർഡ് അറ്റൻഡൻസിന്, അതിന്റെ ടോട്ടൽ പ്രസന്റ്, അതിന്റെ ലീവ് എത്രയാണ്, ആബ്സെന്റ് എത്രയാണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ലേറ്റ് എത്രയാണ്, ആബ്സെന്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. ഇതൊരു അഡ്മിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, ഇന്ന് എത്ര പേര് കറക്റ്റ് ആയിട്ട് ഹാജർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അറ്റൻഡൻസ് റിയൽ ആയിട്ട് ട്രാക്ക് ചെയ്യുന്നത്? ആ റിയൽ ആയിട്ടുള്ള ഒരു ട്രാക്കിങ്ങിന്റെ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ പോയി മൈ അക്കൗണ്ട് അല്ല, ഐ മീൻ HRMSൽ തന്നെ നമ്മുടെ കാലിബ്രേറ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പൊ ഈ ഒരു ഓഫീസിൽ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഓഫീസ് നമ്മൾ ക്രിയേറ്റേഴ്സിന്റെ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻ ടീം, അവർ ആരാണെങ്കിലും അവർ ഓഫീസ് ഫസ്റ്റ് ക്രിയേറ്റേഴ്സിന്റെ കാലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരവിടെ ഓൺ സൈറ്റിൽ വന്ന് അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്യും. അപ്പൊ കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും വെച്ചിട്ട് നിങ്ങൾക്ക് കാലിബ്രേറ്റ് ചെയ്ത് ഇത്ര റേഡിയസിനുള്ളിലാണ് ആ എംപ്ലോയി വന്നിട്ടുണ്ട് എങ്കിൽ അവർക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതിനകത്തല്ല എങ്കിൽ അവർക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ ഇതൊരു സിസ്റ്റമാണ്. ഇത് രണ്ട് രീതിയിലും
നമുക്കിപ്പോ ചില കമ്പനികളിൽ അവർ ഈ അറ്റൻഡൻസ് സിസ്റ്റം ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യാതെ തന്നെ അവർ പ്രൊജക്ട് മാനേജ്മെന്റിൽ ഡീൽ ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ സെനാരിയോ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അവർക്ക് ജസ്റ്റ് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള മാറ്ററിലായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതല്ലാതെ കറക്റ്റ് ഓഫീസ് ടൈം ആൻഡ് ടൈം ഔട്ട് ഓഫീസിന്റെ ഉള്ളിൽ തന്നെ വേണം, ഉള്ളിലെ പ്രൊഡക്ടിവിറ്റി വർക്കുകൾ അങ്ങനെ ചെയ്യുന്ന സെനാരിയോകളിൽ ഇതിലും കൊടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടും മാനേജ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഒരു മാപ്പ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓരോ ഓഫീസ് ലൊക്കേഷൻ, ഇവിടെ ഒരു ഡെമോ ഓഫീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഓഫീസ് ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൂഗിൾ മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡും എടുക്കാം. അപ്പോ അത് അല്ലെങ്കിൽ നമുക്ക് മാനുവലി സെറ്റ് കോർഡിനേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആസ് എ ഡെമോ അക്കൗണ്ടിൽ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഓഫീസിന്റെ ലൊക്കേഷൻ ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഓഫീസിലേക്ക് എംപ്ലോയീസിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോറി, അപ്പൊ നിങ്ങൾക്ക് പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഓഫീസിൽ നിങ്ങൾക്ക് എംപ്ലോയീസിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓഫീസിന്റെ പല ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അറ്റൻഡൻസ് നിങ്ങൾ അവിടെ വരുമ്പോഴാണ് ആ ഒരു എംപ്ലോയി അവിടെ എത്തിയെങ്കിൽ മാത്രമാണ് അറ്റൻഡൻസ് ലിങ്ക് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ബേസ്ഡ് ഓൺ GPS-ന്റെ കോർഡിനേറ്റ്സിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് PWA ആപ്പുകളോ മൊബൈൽ ആപ്സിനകത്തും അതുപോലെ തന്നെ ബ്രൗസർ ബേസ്ഡ് കൺസോളിനകത്തും ഇത് വർക്ക് ആവും. ഇനി ഇത് സ്ട്രിക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓഫീസിനകത്തിരുന്ന് തന്നെയാണെങ്കിലും വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ലീവാണ്. അറ്റൻഡൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ലീവാണ്. ഓരോ എംപ്ലോയീസും ആഡ് ചെയ്യുന്ന ലീവും ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആക്ഷനിൽ അപ്രൂവ് ഉണ്ട്. ഇത് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അപ്രൂവ് ചെയ്യാം. അപ്പൊ അവരുടെ ലീവ് അപ്രൂവ് ആയി, ആ ലീവ് അപ്രൂവൽ എന്നുള്ള മെസ്സേജ് അവർക്ക് പോയി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അവരെത്രയാണ് ലീവ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് പേറോൾ ആണ്. പേറോളും ഉണ്ട്, പേറോൾ റിപ്പോർട്ട്സും ഉണ്ട്. അപ്പൊ പേറോളിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ഓരോ എംപ്ലോയീസും ആ ഓരോ എംപ്ലോയീസിന്റെയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേ സ്ലിപ്പ്, അതുപോലെ തന്നെ അവരുടെ പേറോൾ വ്യൂസ്, അതുപോലെ തന്നെ പേ സ്ലിപ്പ്, അവരുടെ ടോട്ടൽ ഡിഡക്ഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഓപ്ഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് പേറോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ആണ്. എങ്ങനെയാണ് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, ഓഫീസുകളിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്, അതിനകത്ത് ഓരോ കാൻഡിഡേറ്റിനെ ആഡ് ചെയ്യാനും ആ കാൻഡിഡേറ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻ റിക്രൂട്ട്മെന്റിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഡെമോ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഒരു പെർഫോമൻസ് റിവ്യൂ, ഞാനിപ്പോ ഗ്രൂറ്റിന് ഒരു പെർഫോമൻസ് റിവ്യൂഡ് ആണ്. ഗ്രൂട്ടിന് എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒരു പെർഫോമൻസ് സ്കോർ ഒരു 40 കൊടുക്കുകയാണ്. 40 ആണെങ്കിലും ഗ്രൂട്ടിന് ഒരു A ഗ്രേഡ്, അവൻ ചെയ്ത ടാസ്കുകളെല്ലാം ക്ലിയർ ആയതുകൊണ്ട് അവനൊരു A ഗ്രേഡ് കൊടുത്തിട്ട് അതിന് ഞാനൊരു പെർഫോമൻസ് അലോക്കേറ്റ് ചെയ്തു. അപ്പൊ നോക്കൂ, ഗ്രൂട്ടിന്റെ പെർഫോമൻസ് കംപ്ലീറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്, അത് എന്താണ് ബിലോ 60% അങ്ങനെയാണ് എന്നുള്ള എല്ലാവിധ ഇൻഫർമേഷനും ഇപ്പൊ ഓൾറെഡി ഗ്രൂട്ടിനെ കുറിച്ച് ക്രിയേറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ക്രിയേറ്റേഴ്സ് എല്ലാവരെയും പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ട്രെയിനിങ്ങിന്റെ സെനാരിയോയിലും നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണാം. HRMSന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ട്യൂട്ടോറിയല് 2 പാർട്ടായിട്ട് HRMS വെക്കുകയാണ്. അപ്പോ പാർട്ട് 4 HRMS തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തോടെ ഈ ട്യൂട്ടോറിയൽ ഇവിടെ നിൽക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. ബൈ.